മത്സരം ആരംഭിച്ചു. അതാ മുയലച്ഛനും ആമുകുട്ടനും നിരന്നു നിൽക്കുന്നു. എന്താ, മത്സരം ആരംഭിക്കുകയല്ലേ? അങ്ങനെ കുരങ്ങച്ചൻ വിസിലൂതി. കുരങ്ങച്ചൻ്റെ വിസിലിൻ്റെ ശബ്ദം കേട്ടതും ആമുകുട്ടനും മുയലച്ഛനും ഓടാൻ തുടങ്ങി. 5 വളവുകളാണ് മത്സരത്തിനുള്ളത്. 5ാമത്തെ വളവ് കഴിഞ്ഞതും വിജയിച്ചു. അങ്ങനെയാണ് മത്സരം. ആമുകുട്ടൻ്റെ ആദ്യത്തെ ഓട്ടത്തിൽ തന്നെ ആമുകുട്ടൻ ആദ്യത്തെ വളവ് കഴിഞ്ഞു. അതാ 2ാമത്തെ വളവിലേക്ക് എത്തിയിരിക്കുന്നു. ആമുകുട്ടനോ കളി ആരംഭിച്ചിടത്തു നിന്നും ഒരു 10 ചുവട് മാത്രമേ മുന്നിലെത്തിയിട്ടുള്ളൂ. അങ്ങനെ ആമുകുട്ടൻ്റെയും മുയലച്ഛൻ്റെയും മത്സരം നടന്നുകൊണ്ടേയിരുന്നു. മുയലച്ഛൻ വേഗത്തിൽ ഓരോ വളവുകൾ പെട്ടെന്ന് ഓടിക്കടന്നു. അതാ 2ാമത്തെ വളവും കഴിഞ്ഞിരിക്കുന്നു മുയലച്ഛൻ. എന്നിട്ടും ആമുകുട്ടനെ കാണുന്നില്ല. മുയലച്ഛൻ വീണ്ടും ഓടി. അങ്ങനെ ഓടി 4ാമത്തെ വളവ് എത്തിയിരിക്കുന്നു മുയലച്ഛൻ. മുയലച്ഛൻ വിചാരിച്ചു, ആമുകുട്ടൻ ഇപ്പം എന്തായാലും 2ാമത്തെ വളവ് പോലും എത്തിയിട്ടുണ്ടാവില്ല. ശരി, ഒരു കാര്യം ചെയ്യാം, കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചതിന് ശേഷം പോകാം. ഞാൻ ഇത്ര നേരത്തെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ആ ആമുകുട്ടൻ ഇപ്പോഴൊന്നും എന്തായാലും വരില്ല. അങ്ങനെ നോക്കുമ്പോഴേതാ മുയലച്ഛൻ കണ്ടു അവിടെ അടുത്തുള്ള മരത്തിൽ നിറയെ പഴങ്ങൾ. മുയലച്ഛൻ ആ പഴങ്ങളൊക്കെ പറിച്ച് ഓരോന്നോരോന്നെ ആസ്വദിച്ച് കഴിച്ച് അവിടെ ഇരുന്നു. ആ കഴിച്ചിരുന്ന് മുയലച്ഛനോട് ഉറങ്ങിപ്പോയി. മുയലച്ഛൻ വിചാരിച്ചു, ശരി, കുറച്ചു നേരം ഒന്ന് മയങ്ങിയേക്കാം, എന്നാലേ ആമുകുട്ടൻ ഇവിടെ എത്തുള്ളൂ. അങ്ങനെ കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ച മുയലച്ഛനാകട്ടെ ഒരു ദീർഘനേരം തന്നെ ഉറങ്ങി. ഇതും കണ്ടുകൊണ്ടാണ് ആമുക്കുട്ടൻ വരുന്നത്. ആമുക്കുട്ടൻ ഇങ്ങനെ ഓടി വരുമ്പോഴല്ലേ കാണുന്നത് മുയലച്ഛൻ കേമമായിട്ട് ഉറങ്ങണു. നിറയെ പഴങ്ങളൊക്കെ കഴിച്ച് അവിടെ നല്ല കേമായിട്ട് കൂർക്കം വലിച്ചെന്നെ ഉറങ്ങാണ്. അപ്പോൾ ആമുക്കുട്ടൻ കണ്ടു, ആഹാ, പറ്റിയ അവസരമാണ്. മുയലച്ഛൻ നേരത്തെ വന്നതുകൊണ്ട് കിടന്ന് മയങ്ങുകയാണല്ലേ. ശരി, ഞാനെന്തേലും ഓടട്ടെ, മത്സരത്തിൽ ജയിക്കണമല്ലോ. ആമുക്കുട്ടൻ വീണ്ടും ഓടാൻ തുടങ്ങി. ആമുക്കുട്ടൻ ഓടി 4ാമത്തെ വളവ് കഴിഞ്ഞു. എന്നാൽ മുയലച്ഛനോ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ 5ാമത്തെ വളവ് കഴിഞ്ഞു. എന്നിട്ടും മുയലച്ഛൻ എഴുന്നേറ്റില്ല കേട്ടോ. അങ്ങനെ 5ാമത്തെ വളവും കഴിഞ്ഞ് ആമച്ചൻ കളിയിൽ ജയിച്ചു. കൂട്ടുകാരെല്ലാവരും ഒച്ചിട്ടു, ബഹളം വെച്ചു, സന്തോഷം കൊണ്ട് ആർപ്പ് വിളിച്ചു. ആമക്കുട്ടൻ ജയിച്ചേ, ആമുക്കുട്ടൻ മുയലച്ഛനെ തോപ്പിച്ചേ എന്ന് പറഞ്ഞ് ആർപ്പ് വിളിച്ച് ക്ഷേമമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. എല്ലാവരും കൂടെ സൽക്കരിച്ചു ആമക്കുട്ടനെ. നിറയെ വ്യത്യസ്തമായ പഴങ്ങൾ നൽകി അവർ ആമക്കുട്ടന് ഒരുപാട് സമ്മാനങ്ങൾ നൽകി. ഇതൊന്നും ആരറിയുന്നില്ല, മുയലച്ഛൻ അറിയുന്നില്ല. മുയലച്ഛൻ നല്ല ഉറക്കല്ലേ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. എന്നിട്ടും ആരും വന്നില്ല.